അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 100% നികുതി ചുമത്തുന്ന ഇന്ത്യക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഏപ്രിൽ 2 മുതൽ ഇത് നടപ്പാക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുടെ മാപ്പ് അംഗീകരിക്കുന്നുവെന്നും അമേരിക്കൻ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് ട്രംപ് പറഞ്ഞു. America is back. പ്രസിഡന്റായി ചുമതലയേറ്റെടുത്ത് 44-ാം ദിവസമാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തത്. അമേരിക്ക ഈസ് ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രസംഗം ആരംഭിച്ചത്. മറ്റു ഭരണാധികാരികൾ 4 വർഷത്തിലോ 8 വർഷത്തിലോ നേടിയത് 43 ദിവസത്തിൽ താൻ നേടിയെന്ന് ട്രംപ് അവകാശപ്പെട്ടു. അമേരിക്കൻ ഉത്പന്നങ്ങൾക്ക് വലിയ നികുതി ചുമത്തുന്ന രാജ്യങ്ങൾക്കുമേൽ അതേ നികുതി ചുമത്തും. India charges us auto tariffs higher than 100%. China's average tariff on our products is twice what we charge them, and South Korea's average tariff is 4 times higher. Think of that, 4 times higher. യുക്രൈൻ വിഷയത്തിൽ സെലൻസ്കിയുടെ കത്ത് ലഭിച്ചെന്നും ധാതു കൈമാറ്റ കരാറിൽ വൈകാതെ ഒപ്പുവെക്കാമെന്നും സെലൻസ്കി കത്തിൽ വ്യക്തമാക്കിയതായും ട്രംപ് വെളിപ്പെടുത്തി. അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുന്നത് തുടരും. മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളെ ഭീകര സംഘടനകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നും ട്രംപ് പറഞ്ഞു. അതിർത്തികളിലൂടെയുള്ള നുഴഞ്ഞുകയറ്റം വലിയ തോതിൽ കുറയ്ക്കാൻ സാധിച്ചെന്നും ട്രംപ്. ഡോജ് മേധാവി ഇലോൺ മസ്കിനെ പ്രശംസിച്ചുകൊണ്ടാണ് ട്രംപ് പ്രസംഗം ആരംഭിച്ചത്. കുട്ടികളിലെ ലിംഗമാറ്റം കുറ്റകരമാക്കുന്ന നിയമം പാസാക്കും. പാനമ കനാൽ അമേരിക്ക തിരിച്ചെടുക്കുമെന്ന് ആവർത്തിച്ച ട്രംപ് ഗ്രീൻലൻഡ് ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും ആവർത്തിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24.